ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പറയും. ഇന്ന് കർക്കിടവാവാണ്. കർക്കിടവാവന്നെ. അപ്പം എല്ലാവർക്കും ഇന്ന് വാവ് ആഘോഷിക്കുന്നുണ്ടാവും അല്ലേ? എല്ലാവരും പിന്നെ ബലിതർപ്പണത്തിനെല്ലാം പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അച്ഛൻ എന്തെല്ലാം പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് വാവ് എടുക്കലുണ്ടേ. ഞാൻ വന്ന സമയത്ത് 2-3 കൊല്ലം നമുക്ക് ഈ കർക്കിടവാവ് മറ്റേ ഇപ്പൊ നമുക്ക് വാവില്ല കേട്ടോ. അതെ അതിലും ഉണ്ടായില്ലേ. ഇപ്പില്ല. അച്ഛന് സുഖമില്ലാത്തിട്ട് അച്ഛൻ പറഞ്ഞ എന്നൊക്കെ സുഖമില്ലാത്തില്ല, അവിടെ ഞാൻ എടുക്കുന്നില്ല. അച്ഛന് മുമ്പെല്ലാം സ്ഥിരമായിട്ട് എടുക്കലുണ്ട്. പിന്നെ അച്ഛന് ഹാർട്ടിന്റെ പ്രശ്നം വന്നു. അങ്ങനെ അച്ഛൻ കുറെ വാവെല്ലാം അങ്ങനെ ഒഴിവായി അല്ലേ. അതിൽ പിന്നെ അച്ഛൻ അങ്ങനെ എടുക്കലില്ല. അപ്പൊ അമ്മ ഇതേപോലെ എന്തെല്ലോ അസുഖമില്ലായിട്ട് അമ്മക്കും പിന്നെ എടുക്കില്ല. അപ്പൊ മുമ്പെല്ലാം പറഞ്ഞ സ്ഥിരം എടുക്കുന്ന നമ്മളെ ചെറുപ്പത്തെല്ലാം ഈ വാവിന് വേണ്ടി കാത്തിരിക്കും അല്ലേ. കർക്കിടവാവാൻ വേണ്ടി നല്ല സദ്യ ഉണ്ടാവുമല്ലോ അന്ന്. നല്ല അടിപൊളി സദ്യ ഉണ്ടാവും. അടിപൊളി പറഞ്ഞാൽ നല്ല ചിക്കനും മീനും അല്ലേ. ഒന്നുമില്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും, മീനില്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും. ചിക്കൻ നമ്മളിങ്ങോട്ട് ഈ കോരിയിടുമ്പോൾ എന്തെങ്കിലും ഇതാണല്ലേ, നിർബന്ധമാണ്. പക്ഷെ ഓരോ കാസ്റ്റിനും ഓരോ പ്രത്യേകത തോന്നുന്നു അല്ലേ. എല്ലാരും ആക്കൂല. മീൻ കൂട്ടുന്നവർക്ക് നമ്മളെ പൂർവികന്മാര് മീനും മദ്യയിലും അതെ, നമ്മളെ പൂർവികർക്ക് മീനും മദ്യം കഴിക്കുന്നവരാണ്. അതെല്ലാം നമുക്ക് കോരിയിടണം അല്ലേ. അല്ല അച്ഛ കേൾക്കുന്നില്ല കേട്ടോ. അച്ഛൻ ചെവിയിൽ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെയാണ്. പക്ഷെ കള്ളു വെക്കലുണ്ട്. കള്ള് ചെച്ചു വെക്കലുണ്ട്. ചെച്ചു വെക്കലെന്നാ ഞാൻ പറയും. കള്ളു വെക്കും. കള്ള് അച്ഛൻ കണ്ടതായിട്ട് ഓർമ്മയില്ല കേട്ടോ. അച്ഛൻ ചെറിയ ഉണ്ടാകുമ്പോ തന്നെ അച്ഛനും മരിച്ചുപോയിനി. അപ്പോ പിന്നെ അമ്മയും ഇളയമ്മ പറഞ്ഞ അച്ഛനെ വളർത്തി എടുത്തിനി അല്ലേ. നമുക്ക് ഒരു ഇളമി ഉണ്ടായി, മാണിക്കളയമ്മ അല്ലേ. കൊറേ ഇളമിയുണ്ട്. പക്ഷെ മാണിക്കളയമ്മ നമ്മളെ കൂടെ തന്നെ നിന്നതാണ്. മാണിക്കളയമ്മയുടെ പേര് പറയുമ്പോ എന്തോ സങ്കടം പോലെ കേട്ടോ എനിക്ക്. നമ്മളെല്ലാം ഇങ്ങനെ വളർത്തിയത് ഇളയമ്മനെയാണ്. അവരെ മരിച്ചുപോയി. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഇളമേനെ കുറിച്ച് ഓർക്കുമ്പം സത്യമായിട്ട് അച്ഛന്റെ അമ്മേനെ കാട്ടിയും നമ്മൾ നോക്കിയത് അച്ഛന്റെ ഇളമ്മയാണ്, മാണിക്കളയമ്മ. അപ്പൊ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴത്തെ മരിച്ചത്. ഇളമേരെ ദോശയിലുണ്ട്. ഇളമ ആക്കിയത് എന്ത് ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ്. ഇളമ ചിക്കൻ കറിയിലൊക്കെ ഭയങ്കര ടേസ്റ്റാ സംഭവം. അച്ഛനെ ചോദിക്കറാ മണി നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇളമേരെ ഓർമ്മ കൂടി പറയുന്നു. ഇളമ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തുവാ. അപ്പോ എന്തോ പഴയ നമ്മളെ വിട്ടുപോയവരെല്ലാം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വന്നുപോയി. ഇളമയും അതുപോലെ തന്നെ അച്ഛനമ്മയും അതുപോലെ തന്നെ അമ്മേനെ അമ്മ കണ്ട ഓർമ്മയില്ല. അമ്മേന്റെ അമ്മയും അതേപോലെ തന്നെ അച്ഛൻ ചെറുതുണ്ടാകുമ്പോഴേ മരിച്ചതാണ് അമ്മേരെ അമ്മ. അപ്പോ നമുക്ക് അവരൊന്നും കണ്ടിട്ട അമ്മേനെ അമ്മ കണ്ടിട്ട. അതുപോലെ തന്നെ അച്ഛനമ്മ കണ്ടിട്ട. അമ്മക്ക് 8 വയസ്സുണ്ടാകുമ്പം അമ്മേരെ അമ്മ മരിച്ചിനി. അച്ഛനെ ശരിക്കും ഓർമ്മ വരില്ല. അച്ഛനെ എങ്ങനെയാണെന്ന് വരെ അറിയില്ല ഒന്നല്ലേ. ഞാൻ പറഞ്ഞു കേട്ടതേ ഇല്ലും. അപ്പൊ രണ്ടാക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് അമ്മ നഷ്ടപ്പെട്ടു മുമ്പേ. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു അല്ലേ ചെറുപ്പത്തിലെ. അപ്പൊ രണ്ടാളും തുല്യ ദുഃഖിതരെന്ന് പറയാം അല്ലേ. അപ്പൊ കർക്കിടക ദിനത്തിൽ അവരെല്ലാം ഓർക്കുകയാണ്. ഇളയമീൻ അതുപോലെ തന്നെ വില്ലമ്മീൻ അച്ഛനമ്മ. അപ്പോൾ അവരെല്ലാം ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സങ്കടം വന്നുപോയി. അച്ഛനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇളയമേനെ. നമ്മളെ അവിടെ ഒരു മൊട്ടമത്തറവാടുണ്ട്, അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇളയമേനെ. അത് ഇളയമേനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഇതുപോലെ. അപ്പൊ കൂടുതൽ കരയുന്നില്ല അല്ല.
അപ്പോൾ എന്താണ് നമ്മുടെ ഈ കർക്കിടക ദിനത്തിൽ അവരെല്ലാം ഒന്ന് ഓർക്കുന്നു അല്ലേ. അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ, ആ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു വെള്ളച്ചാട്ടം ഒന്ന് കാണിക്കണം എന്നല്ലേ, വെള്ളച്ചാട്ടം കാണിക്കണം എന്ന് പറഞ്ഞോണ്ടാണ് കുറേ ആൾ പറഞ്ഞതാണ്. കുറേ ആൾ എന്നെ വിളിച്ചിട്ടും അങ്ങനെ ആക്കിട്ടെല്ലാം പറഞ്ഞു കമന്റിൽ ചേച്ചി ഒന്ന് വെള്ളച്ചാട്ടം കാണിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛാ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് വരട്ടെ, വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ? എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അച്ഛയുടെ ആയിക്കോട്ടാ, ആ അച്ഛയുടെ നിന്നോ, വാല് തുറന്നിട്ടേ അടച്ചാ. എന്നാ അച്ഛ അങ്ങോട്ട് പോയിക്കോ, തറവാട്ടിലേക്ക് പോയിക്കോ. അമ്മയുടെ ഒറ്റയ്ക്കല്ലേ. ഓക്കെ, എന്നാ വാ വെള്ളച്ചാട്ടം കാണാം. മഴ പെയ്യാ ഇന്ന് കുറച്ച് കാലാവസ്ഥയിലും കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. മറ്റേ ഭയങ്കര മഴയാണ്, മഴക്കാറുണ്ട് എന്നാലും അല്ലേ കുറച്ച് മഴ കുറവുണ്ട്. ഇതാണ് ഒരു വെള്ളച്ചാട്ടം അല്ലേ, ഇതാണ് നമ്മുടെ വീട്ടിന്റെ അരുവത്തെ വെള്ളച്ചാട്ടം കേട്ടാ. പറമ്പിനോട് മുട്ടി ഇത് നമ്മുടെ പറമ്പിനോട് മുട്ടിയ തോടാണ്. ഇത് ഒരുപാട് ആൾ കുളിക്കാനുണ്ട്. ഒഴുകി ഇങ്ങനെ പോകും. ഇപ്പൊ മേലേക്കെല്ലാം ഒന്ന് പോയി നോക്കേ. വെള്ളത്തിന്റെ ഒച്ച കൊണ്ട് അത് പറയുന്നതെന്ന് മനസ്സിലാവൂല, മൈക്ക് വാങ്ങിയിട്ടല്ലേ. പിടിച്ച കൈ പിടിച്ച ഇവക്കെല്ലാം ശക്തി ഉണ്ട്. ഈ പുഴയും കുളിർ കാറ്റും മാനോടും മലക്കാറ്റും അടക്ക്. ഓ ഓടല്ല. ഇവിടെ ഒരു കുളിസ്ഥലാക്കിയിട്ടുണ്ടല്ലോ അമ്മ, കുളിക്കാൻ വേണ്ടിട്ടേ. കൊറേ ആൾ വന്നിട്ട് ഇവിടെ കുളിക്കലുണ്ട്, അവരെല്ലാം ഇവിടെ വന്ന് കുളിക്കലുണ്ട് അല്ലേ. അതാ പിള്ളമണ്ണ ആക്കിയതാണല്ലേ ഇന്നേരം. എന്താ ഇപ്പം വെള്ളം കുറവാണ്. മഴ പെയ്യാ, പിടിച്ചിട്ട് വേഗം നടക്ക്. ഒരു കുട എടുത്തിട്ട് പോലും. ഞാൻ പറഞ്ഞ കുട എടുക്കണം. അപ്പൊ ഇത് നമ്മളെ കുളിസ്ഥലാ. ഒഴുക്കുണ്ട്. നോക്കണേ. വെച്ചിട്ടക്കല ഇവിടെ കുളിക്കാൻ പറ്റും. നല്ല തെളിഞ്ഞ വെള്ളമാണ് അല്ലേ. ഇതെന്നെ അപ്പുറത്തേക്ക് കയറി നോക്കട്ടെ. കല്ല് കളക്കുന്നുണ്ടേ. ഇരിക്കണ അമ്മേ. ഇപ്പൊ രണ്ടാമത്തെ വെള്ളച്ചാട്ടം നമുക്ക് കാണിച്ചു തരാം അല്ലേ. രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ കയറി പോവുക. മഴ വന്നോട്ടാ. ഞാൻ പറഞ്ഞ 2 കുട എടുക്കണം. ഇത് നടന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഒരു കുടയും കൊണ്ട് എങ്ങനെ പോലെ. നനയല്ല, ഒരു കൊടിയെടുത്തിട്ട് വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോലും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്.
എന്താ ചെയ്യും? നമ്മ എവിടെയെങ്കിലും തിന്നെ ഇനി ആദ്യം മടങ്ങി പോകാൻ കഴിയില്ല. ഏതായാലും നിങ്ങളെ കാണിച്ചു തരാം. കുളിക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഇവിടുന്ന് ആൾ കുളിക്കലെന്ന് തോന്നുന്നു അല്ലേ? ആരും വരലുണ്ട് കേട്ടോ. അമ്മേന്ന് ഇങ്ങോട്ട് വരാതെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഈ വള്ളി പൊട്ടിച്ച വള്ളി ആ അയാ അയാ നമ്മുടെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കേട്ടോ. ഇതാണ് അല്ല മഴ കുറഞ്ഞു അല്ലേ? മഴ കുറഞ്ഞു. ഈടെ നമ്മ ഉണ്ടല്ലോ മുമ്പ് ഈടുന്ന വന്നിട്ട് കുളിക്കല്. ഈടെ ഭയങ്കര ഒരു കുയ്യുണ്ടായിനി. ഇപ്പൊ ആ കുയ്യെല്ലാം തൂർന്നു. ചരലൻ വന്നിട്ട് പോവാ. എന്താ അങ്ങോട്ടിയാ നോക്ക കല്ല് പകുതി വീണെങ്കിലോ 2 ഫോൺ കൊടുത്ത് കീസ് വെച്ചിട്ടായിരുന്നു. നീ അങ്ങോട്ട് പോയിക്കോന്നല്ലേ, ഞാൻ വരുന്നില്ല. നോക്കണേ. കുളിക്കുന്നുണ്ടാ? നടക്ക്. ഇതിന്റെ മേലെ ഒരു നെരിമടിയുണ്ട്. ഇതിന്റെ മേലെ നെരിമട വീണക്കല്ല. നമ്മ മുമ്പ് പോയിട്ടേ ആ മുമ്പെല്ലാം നെരിയനുണ്ടായിരുന്നു കേട്ടാ. നെരിയും പുലിയെല്ലാം ഉണ്ടായിനി. പറയുന്ന കേട്ടിന് അച്ഛൻ പറയുന്ന സംഭവം സത്യം തന്നെയാണ്. പറയാൻ കഴിയില്ല. ഇപ്പൊ നെരി നാട്ടിലേക്ക് കളങ്ങുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. നാട്ടിലേക്ക് വരുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. നടക്കന്നാടി. അപ്പൊ എന്നാ നമ്മ മടക്കയാത്രേ അല്ലേ? ഓക്കെ.